Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാനാണ്. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ക്യാമറ ആംഗിൾസും റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് അതിന്റെ പേർപ്പസ്. നമ്മൾ ഓരോ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ആംഗിളിനും ഓരോ പർപ്പസ് ഉണ്ടാവും. സോ അത് മാച്ച് ചെയ്യാനാണ് ചോദ്യം. സോ ലെഫ്റ്റ് സൈഡിൽ ഹൈ ആംഗിൾ, ലോ ആംഗിൾ, ന്യൂട്രൽ ആംഗിൾ, വൈഡ് ആംഗിൾ, റൈറ്റ് സൈഡിൽ അതിന്റെ പർപ്പസ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഹൈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്യാമറ മുകളിൽ ക്യാരക്ടറിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഹൈ ആംഗിളിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിനെ വളരെ ചെറുതായിട്ടായിരിക്കും കാണാം. നമ്മൾ ഹൈ ആംഗിളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടർ ചെറുതായിട്ടായിരിക്കും കാണാം. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ക്യാരക്ടർ ലുക്സ് വീക്ക് എന്നാണ്. ക്യാരക്ടറിന്റെ വീക്ക്നെസ് കാണിക്കാനാണ് നമ്മൾ എപ്പോഴും ഹൈ ആംഗിളിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ലോ ആംഗിൾ ആകുമ്പോഴോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ലോ ആംഗിളിൽ വരുമ്പോൾ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് വന്നിട്ട് കുറച്ച് എൻലാർജ് ചെയ്ത് കാണിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് തോന്നിക്കും. സോ ലോ ആംഗിൾ ക്യാരക്ടേഴ്സ് ലുക്സ് പവർഫുൾ. സോ A3 ആണെന്നും B1 ആണെന്നും മനസ്സിലായി. സോ A3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം A3യോട് മാച്ച് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ 1 ആണ്. ഹൈ ആംഗിൾ ക്യാരക്ടർ ലുക്സ് വീക്ക്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ലോ ആംഗിൾ ക്യാരക്ടേഴ്സ് ലുക്ക് പവർഫുൾ ആണ് വരുന്നത്. ലോ ആംഗിളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടേഴ്സ് ലുക്ക് പവർഫുൾ. ന്യൂട്രൽ ആംഗിൾ മെയിൻറ്റെയിൻസ് ന്യൂട്രാലിറ്റി. വൈഡ് ആംഗിളിൽ കൂടുതൽ ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് കിട്ടും. സോ അതാണ് ഓരോ ക്യാമറ ആംഗിളും അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. സോ കളർ ടെലിവിഷൻ വാസ് introduced with Asian Games hosted in New Delhi. അതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2, കളർ ടെലിവിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റഡ് ഇൻ ന്യൂ ഡൽഹി. സോ കളർ ടെലിവിഷന്റെ വരവ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റേ ശരിയായിട്ടുണ്ടാവുള്ളൂ. സോ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക്, അതായത് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ഓർ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്, ആ ഒരു ഇതിൽ നമ്മൾ ആലോചിച്ചാൽ മതിയാവും. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത് എനിക്ക് തോന്നുന്നു 1982-ലാണ് കളർ ടെലിവിഷൻ വരുന്നത്. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഇതിലെ ആൻസർ 3 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ആ 1982-ലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ വെച്ചിട്ടാണ്. സോ അത് ഒരു ഫാക്റ്റ് ആണ്. അതല്ല ആൻസർ. ആക്ച്വൽ ആൻസർ ഏഷ്യൻ ഗെയിംസ് ആണ്. സോ ആ സമയത്ത് നടന്ന കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയയിലായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ കളർ ടെലിവിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ഏഷ്യൻ ഗെയിംസ് ഹോസ്റ്റഡ് ഇൻ ന്യൂ ഡൽഹി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇയർ 1982 ആണ്. ആ ഇയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കും. സോ അഗെയിൻ അവാർഡ്സ് ആണ്. ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സ് എന്നറിയപ്പെടുന്ന ഓസ്കാർ അവാർഡ് ഒരു കാരണവശാലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. സോ 2023 ഓസ്കാർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ ഇനിയിപ്പോൾ CUET വരുമ്പോഴേക്കും അടുത്ത ഓസ്കാർ വരുമോ എന്ന് അറിയില്ല. എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഫിലിം won the Oscar award for the best film category for the year 2023? ഓക്കെ. സോ 2023 ബെസ്റ്റ് ഫിലിം എന്നുള്ള കാറ്റഗറിയിൽ ഓസ്കാർ അവാർഡ് ലഭിച്ച ഫിലിം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ടറെ കുറിച്ച് കൂടി പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. കാരണം ആ ഫിലിമിന്റെ പേര് എന്നിട്ട് ഡയറക്ടറെ കുറിച്ചും ഡയറക്ടർ ആരാണ് എന്നുള്ള ചോദ്യങ്ങളും ചോദിച്ച് കണ്ടിട്ടുണ്ട്.
സോ ഇവിടെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എവറിത്തിങ് എവ്രിവർ ഓൾ അറ്റ് വൺസ് എന്നുള്ള മൂവിയാണ് 2023 ബെസ്റ്റ് ഫിലിം ആയിട്ടുള്ള ഓസ്കാറിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സോ അതിന്റെ ഡയറക്ടേഴ്സ് ഡാനിയൽ ക്വാൻ ആൻഡ് ഡാനിയൽ സ്കൈനെറ്റ് എന്ന് പറയുന്ന രണ്ട് പേരാണ്. സോ ആ മൂവി ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ 2023 ഓസ്കാർസ് ഒന്ന് പഠിച്ചു വെക്കുക, എല്ലാ കാറ്റഗറിയും. അതുപോലെ മറ്റ് അവാർഡ്സ്, ഗ്രമ്മി അവാർഡ്സ്, പുലിറ്റ്സർ പ്രൈസ്, ഭാരത് രത്ന, അങ്ങനെയുള്ള, അതുപോലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അങ്ങനെയുള്ള കുറെ അവാർഡുകളൊക്കെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സിറ്റി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെ ആണ്. ആൻസർ ടു പൂനെ. ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അഥവാ FTII is a film institute under the Ministry of Information and Broadcasting of Government of India. Eastwell Pravat Film Company in Pune. ഇതിന്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 പൂനെ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, which of the following is covered under section 499 of IPC? So IPC 499. ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ സെഡിഷൻ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫമേഷൻ, RTI, ഇതെല്ലാം നമ്മുടെ മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. സോ അപ്പോൾ ഓപ്ഷൻ 1 സെഡിഷൻ ആണോ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണോ, ഡിഫമേഷൻ ആണോ, RTI ഇൻ ദ സെൻസ് RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതൊരു പ്രത്യേക ആക്ട് ആണ്, അത് IPCയുടെ അണ്ടറിൽ വരുന്നതല്ല. സോ അത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ RTIയെ കുറിച്ചും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ പിന്നെ ഉള്ളത് സെഡിഷൻ ആണോ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണോ, ഡിഫമേഷൻ ആണോ എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ഡിഫമേഷൻ. ആൻസർ 3 ഡിഫമേഷൻ ആണ്. എന്താണ് ഡിഫമേഷൻ? ഡിഫമേഷൻ ഇൻ ലോ ദ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു എ തേർഡ് പാർട്ടി false statement about a person that result in damage of that person's reputation. അതായത് ഇപ്പം നമ്മൾ ഇത് മീഡിയയിൽ എങ്ങനെ അപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ, മറ്റൊരാളെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ തെറ്റായൊരു ലേഖനം എഴുതുകയും ചെയ്തിട്ട് ആ പേഴ്സന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിച്ചു എന്ന് തെളിയിക്കപ്പെട്ട നമുക്ക്, അതായത് ആ ജേർണലിസ്റ്റിനെതിരെ അല്ലെങ്കിൽ അത് ആരാണോ ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അയാൾക്കെതിരെ സെക്ഷൻ 499 പ്രകാരം ഡിഫമേഷന് കേസെടുക്കാം. സോ അതാണ് ഇത്. അതുപോലെ തന്നെ മറ്റ് IPC സെക്ഷൻ 124A ആണ് സെഡിഷൻ ഡിഫൈൻ ചെയ്യുന്നത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് സെക്ഷൻ 12, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971. സോ ഈ ഓപ്ഷൻ മാത്രം നോക്കി പോവാതെ ഈ 4 ഓപ്ഷനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഗെയിൻ ഒരു ബുക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഹൂസ് ദ ഓഥർ ഓഫ് ബുക്ക് Precision Journalism, considered by many to be the founding text of data journalism and computer assisted reporting? So data journalism and computer assisted reporting നെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ്. സോ ഹൂസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫിലിപ്പ് മേയർ എന്നുള്ളതാണ്. ആ ബുക്കിന്റെ കംപ്ലീറ്റ് നെയിം Precision Journalism, A Reporter's Introduction to Social Science Methods എന്നുള്ളതാണ്. സോ ഇതുപോലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ ആൻഡ് റീസൺ. ഒരു അസേഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ അസേഷനും നമ്മൾ വെരിഫൈ ചെയ്യണം, ഈ റീസണും വെരിഫൈ ചെയ്യണം. എന്നിട്ട് ഈ റീസൺ ശരിക്കും ഒരു റീസൺ ആണോ എന്നുള്ളതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ TV പ്രൊഡക്ഷൻ ഈസ് എ ടീം വർക്ക്, അതാണ് അസേഷൻ. അതിന്റെ റീസൺ ആയിട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഫ്ലോർ മാനേജർ ഇസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് പ്രൊഡ്യൂസർ ഇൻ ദി സ്റ്റുഡിയോ ഫ്ലോർ എന്നുള്ളതാണ്. ഫ്ലോർ മാനേജർ ഇസ് ദ representative of producer in the studio floor. So actually TV production is a team work. ആ കാര്യത്തിൽ നമുക്ക് ഒരു തർക്കമില്ല.
പക്ഷെ ഈ ഫ്ലോർ മാനേജർ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണോ എന്നുള്ളത് ആണ് ആ ചോദ്യമാണ് നമ്മൾ ശരിക്കും ഒന്ന് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. സോ ഇതിനകത്ത് പറയുന്നത് ഫ്ലോർ മാനേജർ ഈസ് ഓൺ എ സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ഈസ് ദ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദി ഡയറക്ടർ ഓൺ ദി സ്റ്റുഡിയോ ഫ്ലോർ. അതായത് ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഡയറക്ടറിനെ മറ്റ് പ്രൊഡക്ഷന്റെ മറ്റ് ക്യാമറയായിട്ടും എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദി ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്കൊരു പ്രൊഡ്യൂസറിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ബേസിക്കലി. സോ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വരുന്നത് എ ഈസ് ട്രൂ ആൻഡ് ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് used artificial intelligence based ChatGPT while hearing a bail plea in a murder case? So ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏത് കോർട്ടാണ് ആദ്യമായിട്ട് ChatGPT ഒരു ബെയിൽ പ്ലീക്ക് വേണ്ടിയിട്ട് അതും ഒരു മർഡർ കേസിലെ ബെയിലിന്റെ ഹിയറിങ്ങിന്റെ സമയത്ത് ChatGPT ബേസ്ഡ് ആയിട്ടുള്ള AI ടൂൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ചോദ്യം. സോ അതിന്റെ ഉത്തരം പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് ആണ്. സോ ഇത് കറണ്ട് അഫയേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കണമെന്നില്ല, പക്ഷെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്ത ചോദ്യം, ഇത് അഗ്നിവീറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ a 10% reservation for ex-Agniveers was introduced by Ministry of Home Affairs for which security force? So ഇതും കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അഗ്നിവീഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ 2022-23 ആ സമയത്ത് ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. സോ അപ്പോൾ 10% റിസർവേഷൻ, അതായത് ഈ 4 ഇയർ കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞിറങ്ങുന്ന അഗ്നിവീഴ്സിന് 10% റിസർവേഷൻ ഏത് സേനയുടെ ഏത് ഇതിലാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ഉത്തരം വന്നിട്ട് ആൻസർ 1 BSF ആണ്. സെൻട്രൽ ഡിക്ലെയർസ് 10% റിസർവേഷൻ ഫോർ എക്സ് അഗ്നിവീഴ്സ് ഇൻ വേക്കൻസീസ് വിത്തിൻ BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അസേഷൻ റീസൺ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The National Education Policy 2020 has emphasized on the use of mother tongue or local language as medium of instruction till class 5. അതായത് ലോക്കൽ ലാംഗ്വേജ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട്, അതായത് ക്ലാസ് 5ാം ക്ലാസ് വരെ ലോക്കൽ ലാംഗ്വേജ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം NEP പറയുന്നുണ്ട് എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 proposes a separate gender inclusion fund and special education zone for disadvantaged regional groups. സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ്. സോ NEP എന്ന് പറയുന്നത് ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ NEP കുറിച്ചുകൂടി നന്നായി മനസ്സിലാക്കി വെക്കുക. അതിന്റെ 1-2 ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ NEP ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഇത് രണ്ടും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ബേസിക്കലി ക്ലാസ് 5th വരെ ലോക്കൽ ലാംഗ്വേജ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം എന്നുള്ളത് NEP പറയുന്നുണ്ട്. അതുപോലെ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ടും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസും NEP പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ റീസൺ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് ലോക്കൽ ലാംഗ്വേജ് കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ടാമത്തത് ജെൻഡർ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. സോ ഇത് തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു കണക്ഷൻ ഇല്ല, പക്ഷെ ഇത് രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ബോത്ത് A and R are true, but R is not the correct explanation of A. Both are true, but ഒന്നിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല.